സിന്ധു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഇതുപോലെയുള്ള ഒരു വാച്ച് ബ്രേസ്ലെറ്റ് ചെയ്യുന്ന കിറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 150 റുപ്പീസിൻ്റെ. അപ്പോൾ ഇത് ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മേക്കിംഗ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നു. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളന്ന് മേക്കിംഗ് വീഡിയോ ഒന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു മേക്കിംഗ് വീഡിയോ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ഹെയർ ബോ മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസൊക്കെയാണ് സെയിൽ ചെയ്യുന്നത്. ക്രാഫ്റ്റ് മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, കാറ്റലോഗ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് ബീഡ്സ് ഉണ്ടല്ലോ, ക്രാക്കിൾ ഗ്ലാസ് ബീഡ്സ് ആണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബീഡ്സ് വേണമെങ്കിലും എടുക്കാം. ക്രാക്കിൾ ബീഡ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നോർമൽ മാർബിൾ ബീഡോ പേസ്റ്റൽ ബീഡോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിനുശേഷം ഈ ഒരു ലോബ്സ്റ്റർ ലോക്ക് എടുക്കുന്നുണ്ട്. ഇത് ഈ ഒരു ടൈപ്പ് ലോക്ക് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്ത് വരുന്ന ടൈപ്പ് ലോക്ക് ഉണ്ടല്ലോ, അതാണ് നമ്മൾ എടുക്കുന്നത്. ഇത് 2 പീസാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അതെടുത്തതിന് ശേഷം അടുത്ത മെറ്റീരിയൽ നമുക്ക് ആവശ്യമുള്ളത് എലാസ്റ്റിക്കാണ്. 0.7 0.8 1.0 ഏതാണ് നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ ആ ഒരു എലാസ്റ്റിക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ലോബ്സ്റ്റർ ലോക്ക് എടുക്കുക. അതിലോട്ട് ഈ ഒരു എലാസ്റ്റിക് ഇതുപോലെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബ്രേസ്ലെറ്റിനൊക്കെ കെട്ടിട്ട് കൊടുക്കില്ലേ, ആ ഒരു സെയിം രീതിയിൽ ആദ്യം ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഡബിൾ നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഷിംഗ് വയർ വെച്ചിട്ടൊക്കെ ചെയ്യാം, ഗിയർ വയർ വെച്ചിട്ടും ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബീഡ്സ് കറക്റ്റ് എണ്ണം എടുക്കേണ്ടി വരും. എലാസ്റ്റിക് ആകുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റബിൾ ആയിട്ട് നിൽക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ട ലെങ്ത്തിനേക്കാളും കുറച്ചധികം ലെങ്ത്ത് എടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏത് ബീഡ്സ് ആണോ ഈ ഒരു ബ്രേസ്ലെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ആ ഒരു ബീഡ്സ് ഇതിലേക്ക് കോർത്ത് കൊടുക്കുക കേട്ടോ. എത്ര എണ്ണം വേണോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കോർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ എൻഡ് ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാം. ഇനി ഒരു പക്ഷേ അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ഗ്ലാസ് ബീഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇതുണ്ടോ, ഇതുപോലെ സിമ്പിളായിട്ട് ഇതിൻ്റെ അകത്തുകൂടി വരും. ഒരു 2 ലെയർ എലാസ്റ്റിക്കും ഇതുപോലെ വരും. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ അത്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഗിയർ വയറിലൊക്കെ നമുക്ക് ചെയ്യാം. നമുക്കിത് ആവശ്യമുള്ളത്ര ബീഡ്സ് ഇതുപോലെ കോർത്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ അടുത്ത എൻഡിൽ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഒരു ലോബ്സ്റ്റർ ലോക്ക് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ടൈ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ടൈ ചെയ്യുക കേട്ടോ. അതായത് കുറച്ച് വലിച്ച് പിടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് കെട്ടിട്ട് കൊടുക്കുക. നമുക്ക് ടങ്കീസൊക്കെ ആകുമ്പോൾ കെട്ടിടാൻ കുറച്ച് എളുപ്പമുണ്ടാവും. പക്ഷേ ഇത് എലാസ്റ്റിക് ആയതുകൊണ്ട് കെട്ടിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കെട്ടിട്ട് കൊടുക്കുക. ഫസ്റ്റ് നോട്ട് കറക്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് 2-3 തവണ കെട്ടിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് കെട്ടിട്ടാലാണ് അത് അഴിഞ്ഞ് പോകാൻ നിൽക്കണം. അല്ലെങ്കിൽ നമ്മളിവിടുന്ന് കസ്റ്റമർക്ക് കൊടുത്ത് കസ്റ്റമർ 1-2 തവണ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് അങ്ങ് അഴിഞ്ഞു പോരും. ഓക്കെ, നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെയുള്ള ഒരു 2-3 ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഈ ഒരു എക്സ്ട്രാ നിൽക്കുന്ന എലാസ്റ്റിക്കിനെ വലിച്ചെടുക്കാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അത് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. ഓക്കെ, ഇത് കണ്ടതുപോലെ 2-3 ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ വലിച്ചെടുക്കാം ഇതുപോലെ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെയാണ് ഈ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബീഡ്സിൻ്റെ ബ്രേസ്ലെറ്റ് ചെയ്തത്. ഇത് നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതുപോലെ നമ്മുടെ വാച്ചിൻ്റെ ഡയലുണ്ടല്ലോ, ഈ ഡയലിൽ ഇതുപോലെ 2 എൻഡായിട്ട് കൊടുക്കാം. ഇനി ഒരു പക്ഷേ ഇങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം, നമ്മുടെ കയ്യിലിപ്പോൾ ഈ 2 സൈഡ് ഹോൾ വരുന്ന രീതിയിലുള്ള പെൻഡൻസ് ഉണ്ട്, ചാംസ് ഉണ്ട്. ഇത് 3 പാറ്റേൺ ആണ്. അങ്ങനെ 2 സൈഡിൽ ഉപ്പ് വരുന്നത് പോലെയുള്ള മെറ്റൽ ചാംസ് ഉള്ളൂ കേട്ടോ. 3 to 4 റുപ്പീസൊക്കെയാണ് റേറ്റ് വരുന്നത്. 4 റുപ്പീസാണ് തോന്നുന്നു ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഇതുപോലെ നമ്മളിത് വെച്ചിട്ടുള്ള മേക്കിംഗ് വീഡിയോസൊക്കെ ഷോർട്സിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
ഇതുപോലെയും ചെയ്തു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യാം കേട്ടോ, മെമ്മറി വയർ വെച്ചിട്ടും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം കേട്ടോ. താങ്ക് യു.